നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞ ഓപ്പൺ കോഴ്സിലെ ക്ലാസ്സസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എക്ലിപ്സ്. എന്താണ് എക്ലിപ്സ് എന്ന് പറയുമ്പോൾ an eclipse occurs at any time. Something passes in front of the sun blocking its light. എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ മുന്നേ എന്തെങ്കിലും വരും, അത് കാരണം സണ്ണിൻ്റെ ലൈറ്റ് തന്നെ ബ്ലോക്ക് ആകപ്പെടും. ആ സണ്ണിൻ്റെ മുന്നേ എന്തെങ്കിലും വരുമെന്ന് പറഞ്ഞില്ലേ, ഇറ്റ് ക്യാൻ ബി എർത്ത് ഓർ മൂൺ. എന്താണ് ലൂണാർ എക്ലിപ്സ്? ലൂണാർ എക്ലിപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട പോയിൻ്റാണ് സൺ, എർത്ത്, മൂൺ. ഓക്കെ, ലൂണാർ എക്ലിപ്സ് എന്ന് പറയുമ്പോൾ സണ്ണും മൂണിൻ്റെയും ഇടയിൽ എർത്ത് വരുന്നു. സണ്ണിനെ ബ്ലോക്ക് ചെയ്യുന്ന ആൾ എർത്തും, ആരാണ് അവിടെ ഡാർക്കായി പോകുന്നത്? മൂണുമാണ്. ഓക്കെ, എന്താണ് സോളാർ എക്ലിപ്സ്? സോളാർ എക്ലിപ്സ് എന്ന് പറയുമ്പോൾ സൺ, മൂൺ, എർത്ത്. അപ്പം സോളാർ എക്ലിപ്സ് എന്ന് പറയുമ്പോൾ സണ്ണിൻ്റെയും എർത്തിൻ്റെ ഇടയിൽ മൂണാണ് വരുന്നത്. അവിടെ ബ്ലോക്കായി പെടുന്നത് അവിടെ എർത്തിന് അനുസരിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മുടെ ലൂണർ എക്ലിപ്സിൽ SEM ആണ്. SEM എന്ന് പറഞ്ഞാൽ സണ്ണ്, എർത്ത്, മൂണ്. അപ്പം ഇതിൽ എർത്തിനെ അപേക്ഷിച്ചാണ് നമുക്ക് പറയുന്നത്. എർത്തിനെ അപേക്ഷിച്ച് മൂണ് ഡാർക്കായി പോകും, സണ്ണിൻ്റെ മൂണ് ഡാർക്കായി പോകും. അടുത്ത് ലൂണാർ എക്ലിപ്സ് അടുത്ത് സോളാർ എക്ലിപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? SME. എർത്തിനനുസരിച്ച് എർത്തിനെ അപേക്ഷിച്ച് ആരിവിടെ ഡാർക്കായി പോകും? സണ്ണ് ഡാർക്കായി പോകും. ഓക്കെ, കോസിങ് ദ സൺ ടു ഡാർക്ക്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്.